ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ എക്സാം എന്ന ത്രില്ലർ വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. 30 വർഷം മുമ്പുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ് ആദ്യം കാണിക്കുന്നത്. അവിടെ ഒരു അമ്മ തൻ്റെ മകൻ നന്നായി പഠിക്കണം എന്ന് കറുപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയും അവൻ നല്ല മാർക്കോടെ പാസ്സായാൽ അരിവാൾ നടക്കി വെക്കാമെന്ന് നേർച്ചയിടുകയും ചെയ്യുന്നു. ആ അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ഒരാളുടെ പേര് കുമരേശൻ, പിന്നെ ഒരു പെൺകുട്ടിയും. താനും തൻ്റെ മകളും കൂടി മീൻ പിടിക്കുന്ന ജോലി ചെയ്ത് മകനെ എങ്ങനെയെങ്കിലും നന്നായി പഠിപ്പിക്കണം എന്ന് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം ആ അമ്മ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ച മീനിനെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ചൂണ്ടയിൽ ഇര കോർക്കുകയാണ്. അപ്പോൾ ആ മീൻ അറിയാതെ വായിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ ശ്വാസം മുട്ടി കുമരേശൻ്റെ അമ്മ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ആ കുമരേശൻ ആരാണ്, ഈ അമ്മ ആരാണ് എന്നതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. കട്ട് ചെയ്താൽ ഇപ്പോൾ മരമല്ലി എന്നൊരു DSPയെ കാണിക്കുന്നു. അവർ കുടുംബത്തോടൊപ്പം വീട്ടിലായിരിക്കുമ്പോഴാണ് അവർക്കൊരു ട്രാൻസ്ഫർ ലഭിക്കുന്നത്. അങ്ങനെ പുതിയൊരു ഗ്രാമത്തിലേക്കാണ് അവർക്ക് പോകേണ്ടി വരുന്നത്. അതൊരു മലമ്പ്രദേശമാണ്. ആ ഗ്രാമത്തിലേക്ക് പോവാണെന്നും അവിടെ പോയി എല്ലാം സെറ്റിൽ ആയതിനു ശേഷം മക്കളെയും അമ്മയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവരോട് സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ മരമല്ലി രാത്രിയിൽ കാർ ഓടിച്ച് ആ ഹിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോകുന്ന വഴിയിൽ ഇൻസ്പെക്ടർ കോൾ ചെയ്യാണ്. എന്താ മാഡം, നമ്മുടെ സ്റ്റേഷനിലേക്കാണല്ലോ വരുന്നത്. ശരി, ഞാൻ മദ്യം വാങ്ങി വയ്ക്കാം, വന്ന ഉടനെ പാർട്ടി തുടങ്ങാം എന്ന് മരമല്ലിയോട് പറയുന്നു. അപ്പോഴാണ് മരമല്ലിയുടെ കാറിൽ ബാക്ക് സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണിക്കുന്നത്. കൈപൊക്ക് എന്ന് പറഞ്ഞ് അവർ മരമല്ലിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇവരാണ് നമ്മുടെ സീരീസിലെ നായികയായ ഝാൻസി. മരമല്ലിക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ആ കാറിൽ വെച്ച് തന്നെ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിനൊടുവിൽ മരമല്ലി അവിടെയുള്ള സീറ്റിലിരുത്തിയിട്ട് ഝാൻസി മരമല്ലിക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ആ കാർ ഓടിച്ചുകൊണ്ട് ഉദകമല എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ പോലീസുകാർക്ക് താമസിക്കാനുള്ള പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ സ്ഥലത്താണ് മരമല്ലിക്കും വീട് അനുവദിച്ചിരിക്കുന്നത്. ആ വീട്ടിലേക്ക് ഇപ്പോൾ ഝാൻസി തൻ്റെ ആളുകളായ 2 പേരെ, അതായത് അനിയന്മാരെ പോലെയാണ് അവരിടപഴകുന്നത്, അവരെ പറഞ്ഞയക്കുന്നു. അവർ 2 പേരും ആ ക്വാർട്ടേഴ്സിനുള്ളിൽ കയറി അവിടെ എത്തിച്ചേർന്നു എന്ന വിവരം നമ്മുടെ അബ്ബാസ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അറിയിക്കുന്നു. അങ്ങനെ അബ്ബാസ്, നായിക ഝാൻസി, ആ 2 പയ്യന്മാർ ഇവരെല്ലാവരും കൂടി വലിയ എന്തോ പ്ലാൻ ചെയ്യാണ്. പുതിയ DSPക്ക് അനുവദിച്ച ആ വീട്ടിൽ വന്ന് ആ 2 പയ്യന്മാരും ചേർന്ന് റൂം സൗണ്ട് പ്രൂഫ് ആക്കി മാറ്റുന്നത് കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഝാൻസി മരമല്ലിയെ തട്ടിക്കൊണ്ടുവന്ന് സൗണ്ട് പ്രൂഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൂമിലാണ് അടച്ചിടുന്നത്. ഇതിനുശേഷം നീ എത്ര നിലവിളിച്ചാലും പുറത്തു കേൾക്കില്ല. നിന്റെ DSP വേഷത്തിൽ ഞാനിപ്പോൾ നിന്റെ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന് ഝാൻസി പറയുന്നു. നീ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കാൻ നോക്കിയാൽ നിന്റെ മകളും അമ്മയും ഞങ്ങളുടെ കൺട്രോളിലാണുള്ളത്. അവരെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ച മരമല്ലിയെ നായിക ഝാൻസി ഭീഷണിപ്പെടുത്തുന്നു. ശേഷം മരമല്ലിയെ ഒരു ചങ്ങല കൊണ്ട് ആ റൂമിൽ കെട്ടിയിടുന്നു. അപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കഥ കാണിക്കുന്നത്. അതായത് ഝാൻസിക്ക് ഈ പോലീസ് ആകാനുള്ള ട്രെയിനിങ് കൊടുത്തത് നമ്മുടെ അബ്ബാസാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും വിജയകരമായി ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മരമല്ലിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ DSP പോസ്റ്റിലേക്ക് മരമല്ലി എന്ന പേരിൽ നമ്മുടെ ഝാൻസി പോകുന്നത്. DSP ആയതുകൊണ്ട് ഇവരുടെ കാറിന് ഒരു ഡ്രൈവറെ നിയമിച്ചു. നമ്മുടെ നായികയുടെ വീടിന് എതിർവശത്താണ് ആ ഡ്രൈവറുടെ വീട്. അതേ ഏരിയയിൽ കുറെ ചെറിയ കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അബ്ബാസ് നായികയെ വിളിച്ച് പറയാണ്, ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്ക് മരമല്ലിയെ നേരത്തെ തന്നെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ മരമല്ലിയുടെ പേരിൽ നീ പോയാലും നിന്നെ കണ്ടാൽ അവർ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഇൻസ്പെക്ടർ ബൈക്കിൽ പോകുമ്പോൾ 2 പേരെ വെച്ച് അദ്ദേഹത്തെ ആക്രമിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഇൻസ്പെക്ടറെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ഇല്ലാത്ത സമയത്താണ് നമ്മുടെ നായിക സ്റ്റേഷനിലേക്ക് വരുന്നത്. എങ്കിലും ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർക്ക് 1-2 തവണ ഒറിജിനൽ മരമല്ലിയെ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ SP ഓഫീസിലേക്കും ഇവർക്ക് പോകേണ്ടതുണ്ട്. SPയുടെ അടുത്ത് പോയി ചുമതല ഏൽക്കണം. അങ്ങനെ SP ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ആ സബ് ഇൻസ്പെക്ടറും വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ നമ്മുടെ നായികയെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇവർ മരമല്ലി തന്നെയാണോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. എങ്കിലും ലെഡ്ജർ എടുത്തുകൊണ്ട് വന്ന് നായികയുടെ അടുത്ത് നിന്ന് ഒരു സൈൻ വാങ്ങുന്നു. ശേഷം നായിക വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ വിജയകരമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് താൻ DSP ആയി മാറിയ വിവരം അബ്ബാസിനെ വിളിച്ചു പറയുന്നു. സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്. ആ കോൺസ്റ്റബിൾ പുറത്തുള്ള ഒരു ചായക്കടയിലിരുന്ന് ജേർണലിസ്റ്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായി വന്ന DSPയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണെന്ന് ആ ജേർണലിസ്റ്റ് പറയുന്നു. അപ്പോൾ നമ്മുടെ നായിക ഈ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട്, ഞാനൊരു സീക്രട്ട് മിഷന് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ വാങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ കേസുകളൊക്കെ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അവർ പുറത്തേക്ക് വരുമ്പോൾ ആ ജേർണലിസ്റ്റ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു. അയ്യോ, വീഡിയോയിൽ വന്നാൽ പിടിക്കപ്പെടുമല്ലോ എന്ന് കരുതി നായിക ഭയപ്പെടുന്നു. ആ ഫോണിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് DSP ആയ നായിക അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ജേർണലിസ്റ്റിന്റെ നായികയുടെ മേൽ ഒരു സംശയം തോന്നുന്നു. നായികയെ ഫോളോ ചെയ്ത് അയാളും ആ വീട്ടിലേക്ക് വരുന്നു. നായിക തന്റെ വീട്ടിലുള്ള ആ 2 അനിയന്മാരോട് ഝാൻസി എന്ന പേരിൽ സംസാരിക്കുന്നത് അയാൾ കേൾക്കുന്നു. ശേഷം നായികയോട്, എന്താ ഝാൻസി മാഡം മരമല്ലിയുടെ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നായികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നു.
നേരത്തെ കുമരേശൻ എന്നൊരു പയ്യനെ കാണിച്ചില്ലേ? അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ മീൻപിടുത്തം ജോലി കുമരേശനും അവന്റെ ചേച്ചിയും ചേർന്ന് ചെയ്യാൻ തുടങ്ങുന്നു. കുമരേശനെ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് മാർക്കറ്റിൽ വെച്ച് കുമരേശനെ ഒരു ആന്റി കാണുന്നത്. ഞാൻ നിന്റെ അമ്മയുടെ ഫ്രണ്ടാണ്, എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുമായിരുന്നു, നിന്നെക്കുറിച്ചായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ വിഷമമുണ്ട്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. നായികയെ തേടി ആ ജേർണലിസ്റ്റ് വന്നില്ലേ, ഇപ്പോൾ അയാളെയും അടിച്ച് അവിടെയുള്ള മറ്റൊരു റൂമിൽ അടച്ചിടുന്നു. ആ റൂമിന് ചുറ്റും സൗണ്ട് പ്രൂഫ് സെറ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നായിക TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൂപ്പ് 1 എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന വാർത്തകൾ കാണിക്കുന്നു. നായികയുടെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ട്. അയാൾക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. അയാളുടെ കൈവശമാണ് മരമല്ലി അടച്ചിട്ടിരിക്കുന്ന റൂമിന്റെ താക്കോലുള്ളത്. ആ താക്കോല് വാങ്ങി മരമല്ലിയുടെ അടുത്ത് വന്ന് നായിക പറയുന്നുണ്ട്, നിന്റെ വേഷത്തിൽ ഞാനിവിടെ വരാൻ കാരണം തന്നെ ഈ ഗ്രൂപ്പ് 1 എക്സാമിൽ നടക്കുന്ന സ്കാം പുറത്തു കൊണ്ടുവരാനാണ്. കാരണം കഴിഞ്ഞ തവണ നീ DSP ആയിരുന്ന നാട്ടിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ നീ കാവൽ നിന്ന സെന്ററിലെ 95 പേരും ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിനക്കും ഈ സ്കാമിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. മര്യാദയ്ക്ക് അതെന്താണെന്ന് പറ, ഇല്ലെങ്കിൽ വിവരം അറിയും എന്ന് നായിക ഭീഷണിപ്പെടുത്തുന്നു. മരമല്ലി പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കൊരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും ഫോൺ വന്നു, അവർ പണം തന്നു, ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. അതുമാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. അതിനപ്പുറം എനിക്കൊരു വിവരം അറിയില്ല. മാത്രമല്ല ഇപ്പോൾ നീ എൻ്റെ പേരിൽ DSP ആയിരിക്കുന്നത് കൊണ്ട് നിനക്കും അതുപോലുള്ള മെസ്സേജുകളും കോളുകളും വരും എന്ന് പറയുന്നു. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നായിക ജാൻസിക്ക് ഫോണിൽ അതേപോലൊരു മെസ്സേജ് വരുന്നു. തനിക്ക് കിട്ടിയ ഈ വിവരത്തെക്കുറിച്ച് നായിക അബ്ബാസിനോട് പറയുന്നു. ആ പ്രൈവറ്റ് നമ്പർ ട്രേസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ വിഷമം അവർ പങ്കുവയ്ക്കുന്നു. നായികയുടെ ഡ്രൈവർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. അവളും ഈ ഗ്രൂപ്പ് 1 എക്സാമിനാണ് പഠിക്കുന്നത്. ആ ഡ്രൈവർ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവന്ന് നായികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങളും ഇതേപോലുള്ള എക്സാമൊക്കെ പാസ്സായിട്ടല്ലേ വന്നിരിക്കുന്നത്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുക എന്ന് ഡ്രൈവർ പറയുന്നു. എന്നാൽ നായിക ഓൾറെഡി മൂഡ് ഓഫ് ആയിരുന്നതുകൊണ്ട് ആ കുട്ടിയോട് അല്പം ദേഷ്യത്തിൽ സംസാരിക്കുന്നു. ഡ്രൈവറും മകളും അവിടെ നിന്ന് പോവാണ്. അവർ വന്ന നാട്ടിൽ ഒരുപാട് കോച്ചിങ് സെൻ്ററുകളുണ്ട്. ആ കോച്ചിങ് സെൻ്ററുകളിലൊക്കെ പോയി അവർ നിരീക്ഷിക്കുന്നു. അപ്പോഴാണ് ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കോച്ചിങ് സെൻ്റർ കാണുന്നത്. അതിൻ്റെ ചെയർമാനുമായി നായിക സംസാരിക്കുന്നു. ചുമ്മാ ഈ വഴി വന്നപ്പോൾ നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൈവശമുള്ള ഒരു ട്രാക്കർ ചെയർമാൻ്റെ മേശക്കടിയിൽ അയാൾ അറിയാതെ ഫിക്സ് ചെയ്യുന്നു. അവിടെ SP-യുടെ ഫോട്ടോ ഇരിക്കുന്നത് നായിക ശ്രദ്ധിക്കുന്നുണ്ട്. നായിക അവിടെ നിന്ന് പോയതിനു ശേഷം ആ ചെയർമാനും അയാളുടെ അസിസ്റ്റന്റും ഒരുപക്ഷെ ആ മാഡത്തിന് നമ്മളോട് സംശയം തോന്നി കാണുമോ എന്ന് സംസാരിക്കുന്നത് ഈ ട്രാക്കർ വഴി നായിക കേട്ടറിയുന്നു. ഇപ്പോൾ സ്റ്റേഷനിലെ ആ ഇൻസ്പെക്ടർ തൻ്റെ പരിക്കുകളിൽ നിന്ന് പതുക്കെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ആ ജേർണലിസ്റ്റിനെ കാണാതായിട്ടുണ്ടല്ലോ, അയാളുടെ ചേട്ടൻ ഒരു വക്കീലാണ്. അനിയനെ കാണാനില്ല എന്ന് അയാൾ അന്വേഷിക്കുകയാണ്. അവസാനം DSP മാഡത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പോയതാണ്. അതിനുശേഷം എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരും ആ ജേർണലിസ്റ്റിനെ തിരയാൻ തുടങ്ങുന്നു. നായിക അവിടെ ദി എസ്റ്റേറ്റ് കോച്ചിങ് സെന്റർ എന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ അവിടേക്ക് വരുന്നു. അവിടെ ഒരു മാഷുണ്ട്, അയാളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. അയാളെ നായിക ഒരു വശത്ത് നിന്ന് സൂക്ഷിച്ചു നോക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ആ മാഷ്, എന്തിനാ ചുമ്മാ ഇവിടെ നിന്ന് നോക്കുന്നത്, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് നായികയോട് വളരെ മോശമായി സംസാരിക്കുന്നു. അയാളാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണർ എന്ന് മനസ്സിലാക്കി അവരവിടെ നിന്ന് മടങ്ങുന്നു. ആ സബ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളും കോൺസ്റ്റബിളിനെ വന്ന് കാണുന്നുണ്ട്. പുതുതായി വന്ന DSP ആയ നായികയെക്കുറിച്ചുള്ള പല വിവരങ്ങളും ചോദിച്ചറിയുന്നു. മറുവശത്ത് മരമല്ലിയുടെ അമ്മയും മകളും ആ നാട്ടിലേക്ക് വരുന്നു. കാരണം കുറേ നാളായി മരമല്ലിയുടെ ഫോൺ കോൾ വരാത്തതുകൊണ്ട് അവർ നേരിട്ട് വന്നതാണ്. തൻ്റെ അമ്മയുടെ നമ്പറിൽ നിന്നും ഫോൺ വരുന്നത് നായിക കാണുന്നുണ്ട്. എടുത്താൽ പിടിക്കപ്പെടുമല്ലോ എന്ന് കരുതി അബ്ബാസിനെ വിളിച്ച കാര്യം പറയുന്നു. ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഡ്രൈവർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകുമോ എന്ന് നായിക ഭയക്കുന്നു. എന്നാൽ ഡ്രൈവർ ഒന്നും മൈൻഡ് ചെയ്യാതെ വണ്ടി ഓടിക്കുകയാണ്. ഇവിടെ മരമല്ലിയുടെ അമ്മയും മോളും നേരെ സ്റ്റേഷനിലേക്കാണ് വരുന്നത്. അവിടെ വന്ന ഡ്രൈവറോട് തങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുത്തുന്നു. ഡ്രൈവറും വളരെ സന്തോഷത്തോടെ അവരെ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് നായികയോട് വന്നിട്ട് നിങ്ങളുടെ അമ്മയും മകളും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നായികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പുറത്തു വന്നാൽ കൈയോടെ പിടിക്കപ്പെടും എന്ന് അവർ ഭയപ്പെടുന്നു. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ദാരിദ്ര്യം കാരണം കുമരേശൻ തനിക്ക് പരിചയമുള്ള ആൻറ്റിയുടെ വീട്ടിൽ വന്ന് എനിക്ക് ടൗണിൽ എന്തെങ്കിലും ജോലി വാങ്ങിത്തരണം എന്ന് ചോദിക്കുന്നു. ആ ആൻറ്റി തനിക്ക് അറിയാവുന്ന ഒരാളുടെ അഡ്രസ്സ് അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുമരേശൻ തൻ്റെ ചേച്ചിയോടൊപ്പം ടൗണിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. എങ്ങനെയെങ്കിലും പുറത്തു വന്ന് മരമല്ലിയുടെ അമ്മയോടും മകളോടും സംസാരിക്കണമെന്ന് നായിക തീരുമാനിക്കുന്നു. പുറത്തു വന്ന് വളരെ കാഷ്വലായിട്ട്, ഞാൻ ഈ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്, മരമല്ലി മാഡം ഒരാവശ്യത്തിനായി പുറത്തു പോയിരിക്കുകയാണ്, നിങ്ങളെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നമുക്ക് പുറത്തു പോവാം എന്ന് ചോദിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ അമ്മയാണെന്ന് അഭിനയിച്ചുകൊണ്ട് മരമല്ലിയുടെ അമ്മയെയും മകളെയും തൻ്റെ കാറിൽ കയറ്റി ഒരു റിസോർട്ടിലേക്ക് വരുന്നു. അവിടെ തൻ്റെ അനിയന്മാരെ വിളിച്ചു വരുത്തി ഇവർക്ക് നല്ലൊരു റൂം ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറയുന്നു.
മരമല്ലി മാഡത്തിന്റെ അമ്മയ്ക്ക് ഒരു കുറ്റവും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ താമസിപ്പിക്കുന്നു. ഇവിടെ നായിക ആ ടീ എസ്റ്റേറ്റ് ഓണറായ കുമരേശന്റെ നമ്പർ ട്രാക്ക് ചെയ്ത് നോക്കുന്നു. അയാൾ രാത്രി സമയത്ത് ചെന്നൈയിലുള്ള ഒരു നമ്പറിലേക്ക് ഒരുപാട് നേരം സംസാരിച്ചതായി മനസ്സിലാക്കുന്നു. ശേഷം നായിക വീട്ടിൽ വന്ന് ആ മരമല്ലിയെ കൊണ്ട് പോലീസ് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒരു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവരുടെ അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിപ്പിക്കുന്നു. മരമല്ലി തന്റെ അമ്മയോട് താൻ പ്രധാനപ്പെട്ട ഒരു ജോലിയിലാണെന്നും നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനും പെട്ടെന്ന് തന്നെ വരാമെന്നും പറയുന്നു. ഞങ്ങളൊരു 2 നാൾ കൂടി ഇവിടെ നിന്നിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് അമ്മ പറയാണ്. പിറ്റേ ദിവസം രാവിലെ വീട്ടിലെ ജോലിക്കാരന് ചെവി കേൾക്കാനുള്ള ഒരു മെഷീൻ നായിക വാങ്ങി നൽകുന്നു. അത് വെച്ചതോടെ അയാൾക്ക് ചെവി കേൾക്കാൻ തുടങ്ങുന്നു. അയാൾ തന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കാനായി നായിക ആ റിസോർട്ടിലേക്ക് വരുന്നു. അപ്പോൾ പുറത്ത് ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. DSP മാഡം എന്താ ഇവിടെ വന്നത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ തന്റെ അമ്മയും മകളും ഇവിടെയാണ് താമസിക്കുന്നതെന്ന് നായിക പറയുന്നു. ഇതേ റിസോർട്ടിൽ തന്നെയാണ് പരിക്കേറ്റ ആ ഇൻസ്പെക്ടറും താമസിക്കുന്നത്. ഇൻസ്പെക്ടറെ ആ പോലീസുകാരൻ വിളിച്ചിട്ട് DSP മാഡം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. മരമല്ലി തന്റെ ഫ്രണ്ട് അല്ലേ, ഇപ്പോഴെങ്കിലും അവളെ ഒന്ന് പോയി കാണാമെന്ന് കരുതി ഇൻസ്പെക്ടർ വരികയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ ഇൻസ്പെക്ടറുടെ കണ്ണിൽ പെടാതെ നായിക രക്ഷപ്പെട്ട് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം മരമല്ലിയുടെ അമ്മയ്ക്കും മകൾക്കും കൊടുക്കുന്നു. അവരത് വയറു നിറയെ കഴിക്കുന്നുണ്ട്. ഇവിടെ ആ ജോലിക്കാരൻ മരമല്ലിയുടെ റൂമിൽ വന്ന് അവർക്ക് ഭക്ഷണം വെച്ചിട്ട് പോകുമ്പോൾ മരമല്ലി ആ പ്ലേറ്റ് പൊട്ടിച്ചിട്ട് ഒരു ആയുധം റെഡിയാക്കി വെക്കുന്നു. ഒരു ദിവസം വഴിയിൽ വെച്ച് നായിക താൻ മുൻപ് കണ്ട ആ ചെയർമാൻ്റെ അസിസ്റ്റന്റിനെ കാണുന്നു. എന്നെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്ത ഉടനെ എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വാ, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെയും കൂട്ടി നായിക കോഫി കുടിക്കാൻ പോകുന്നു. അപ്പോഴാണ് നായിക ടോൺ മാറ്റി സംസാരിക്കുന്നത്. അന്ന് ഞാൻ വന്നിട്ട് പോയതിനു ശേഷം നീയും നിന്റെ ചെയർമാനും കൂടി ഈ വിഷയം ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് സംസാരിച്ചില്ലേ, എന്താണ് നിങ്ങൾക്ക് മറയ്ക്കാനുള്ളത് എന്ന് ചോദിക്കുന്നു. അസിസ്റ്റന്റിന്റെ മുഖഭാവം മാറുകയാണ്. ഒരു സ്വിമ്മിംഗ് പൂളിൽ മുക്കിയിട്ട് മര്യാദയ്ക്ക് സത്യം പറ, ഗ്രൂപ്പ് 1 എക്സാമിൽ എന്തൊക്കെ തട്ടിപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എന്ത് തട്ടിപ്പാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളുടെ രജിസ്റ്റർ നമ്പറുകൾ ഗ്രൂപ്പ് 1 എക്സാമിനായി രാത്രി 3 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ രാത്രി 3 മണിക്ക് അപ്ലോഡ് ചെയ്താലേ എല്ലാ സ്റ്റുഡൻസും ഒരേ റൂമിൽ വരുന്ന രീതിയിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നു. നീ ഒരു 2 ദിവസത്തേക്ക് ലീവ് പറയണം, എങ്ങോട്ടും പോകാൻ പാടില്ല. ഈ സ്കാം ഞാൻ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കണം. ആ ചെയർമാന് ആ പ്രൈവറ്റ് നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നു. നീ എത്ര പേരെ പാസ്സാക്കാന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. 10 പേരെന്ന് അയാൾ പറയുന്നു. സത്യം പറയാൻ പറഞ്ഞപ്പോൾ അത് 20 പേരായി മാറുന്നു. 10 പേരുടെ പണം വാങ്ങിയിട്ട് നീ എങ്ങനെ 20 പേരെ പാസ്സാക്കും എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. ചെയർമാൻ ഭയന്ന് വരയ്ക്കുകയാണ്. മറുവശത്ത് നായികയുടെ വീടിനടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബോൾ അടിച്ച് നായികയുടെ വീടിനുള്ളിലേക്ക് ഇടുന്നു. ആ ബോൾ എടുക്കാൻ ഒരു പയ്യൻ കോളിംഗ് ബെൽ അടിക്കുന്നു. ജോലിക്കാരൻ പുറത്തു വന്ന തക്കം നോക്കി അവൻ വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്നു. മുകളിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ജോലിക്കാരൻ മുകളിൽ വരുമ്പോൾ ആ പയ്യൻ സോഫയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നു. ആരുമില്ലെന്ന് കരുതി പതുപോലെ മരമല്ലിക്ക് പ്ലേറ്റിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ മരമല്ലി ആ പൊട്ടിയ പ്ലേറ്റ് കഷ്ണം വെച്ച് ജോലിക്കാരനെ ആക്രമിച്ച് താക്കോൽ തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ ആ താക്കോൽ കുറച്ച് അകലെ പോയി വീഴാണ്. അപ്പോഴാണ് ആ ചെറിയ പയ്യൻ അവിടേക്ക് വരുന്നത്. ഇതെല്ലാം അവൻ കാണുന്നുണ്ട്. ഒറിജിനൽ DSP ഞാനാണ്, അവൾ എൻ്റെ പേരിൽ വന്നതാണ്, അവൾ ഒറിജിനൽ അല്ല എന്ന് മരമല്ലി അവനോട് സത്യം പറയുന്നു. ആ പയ്യൻ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയത്ത് അവിടെ എത്തുന്ന നായിക ഇതെല്ലാം കാണുന്നു. തന്റെ അനിയന്മാരോട് പറഞ്ഞ് ജോലിക്കാരനെ രക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ ചെറിയ പയ്യനെ പിടിക്കാൻ പുറകോടാണ്. നോക്കുമ്പോൾ ആ ചെറിയ പയ്യൻ മറ്റാരുമല്ല, ആ കോൺസ്റ്റബിളുടെ മകനാണ്. അവൻ അച്ഛൻ്റെ അടുത്ത് വന്ന് സത്യങ്ങളെല്ലാം പറയുന്നു. കോൺസ്റ്റബിളും ഇത് ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരോടും പറയും എന്ന് നായികയുടെ മുഖത്ത് നോക്കി പറയാണ്. ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നു. കുമരേശൻ ടൗണിൽ വന്ന് ഒരു വലിയ ഗുണ്ടയുടെ അടുത്ത് ജോലിക്ക് കയറി. അയാളാണ് ഇത്തരത്തിൽ കോച്ചിങ് സെന്ററുകളിൽ പോയി സ്കാം ചെയ്യുന്ന ആളെന്ന് മനസ്സിലാവുന്നു. അയാൾ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി അവരെ പാസ്സാക്കി വിടും. കുമരേശനും അയാളുടെ ഗുണ്ടയായി നിൽക്കുന്നതുകൊണ്ട് ആ പരിപാടികളൊക്കെ അയാൾ പഠിച്ചെടുക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാൾ അറിയാതെ കുമരേശൻ തന്നെ ആ പണി ചെയ്യാൻ തുടങ്ങി. കഥ പ്രസന്റിലേക്ക് വരുന്നു. നായിക തോക്ക് ചൂണ്ടി താൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കഥ പറയുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നവളാണ് നായിക. അവർക്ക് അച്ഛനില്ല, ഒരമ്മ മാത്രമേ ഉള്ളൂ. ഒരു കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ജോലി ചെയ്താണ് അമ്മ അവളെ പഠിപ്പിച്ചത്. മകളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു DSP ആക്കണം എന്ന് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. നായികയും ജീവൻ കൊടുത്ത് ദിവസം 12 മണിക്കൂറിലധികം പഠിക്കുമായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് 1 എക്സാം എഴുതാൻ നായികയും എക്സാം സെന്ററിൽ വന്നിരുന്നു. അവർ നന്നായി തന്നെ എക്സാം എഴുതി. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതേ എക്സാം സെന്ററിൽ ഇതേ എക്സാം എഴുതാൻ ഈ മരമല്ലിയും വന്നിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷം മരമല്ലി ഒരാളെ വിളിച്ചിട്ട് തന്റെ റോൾ നമ്പർ പറഞ്ഞിട്ട് ഞാൻ ഈ ഹോളിലാണ് ഇരുന്ന് എക്സാം എഴുതിയത്, എനിക്ക് എങ്ങനെയെങ്കിലും ജോലി വാങ്ങിത്തരണം എന്ന് പറയുന്നത് നായിക പുറകിൽ നിന്ന് കേൾക്കുന്നു. നായികയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഞങ്ങളൊക്കെ പഠിച്ചാണ് പാസ്സാവുന്നത്, നീയൊക്കെ പണം കൊടുത്ത് വ്യാജമായി പാസ്സാവുകയാണോ എന്ന് ചോദിച്ചാൽ അവിടെ വലിയ വഴക്കുണ്ടാവുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ വരുന്നത്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സാർ ഈ പെൺകുട്ടി ഫേക്കായി എക്സാം പാസ്സാവാൻ നോക്കുന്നു, എന്താണെന്ന് ചോദിക്കുക എന്ന് നായിക പറയുന്നു. പ്രശ്നം വലുതാകുമെന്ന് കണ്ട് കോൺസ്റ്റബിൾ 2 പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ ഉണ്ട്. ഇത് വേറൊരു ഇൻസ്പെക്ടറാണ്. കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറിനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. ഇൻസ്പെക്ടർക്ക് ഓൾറെഡി ഈ സ്കാമുമായി എന്തോ ബന്ധമുണ്ട്. അയാൾ 2 പേരെയും വിളിച്ചിട്ട് സംസാരിക്കുകയാണ്.
അയാൾ മരമല്ലിയോട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയും ഝാൻസിയോട് നീ എന്തിനാ ആവശ്യമില്ലാത്ത വലിയ വിഷയങ്ങളിൽ ഇടപെടുന്നത്, വന്ന് എക്സാം എഴുതി പോയി എന്ന് വിചാരിച്ചാൽ പോരെ എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഝാൻസി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള തെറ്റുകൾ തടയാൻ വേണ്ടിയിട്ടല്ലേ സാർ നമ്മൾ പോലീസ് ആവാൻ എക്സാം എഴുതുന്നത്? വരുന്ന സ്ഥലത്ത് തന്നെ തെറ്റ് നടക്കുമ്പോൾ അത് ചോദിക്കേണ്ടത് എന്റെ കടമയല്ലേ? നിങ്ങൾ എന്താ സാർ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് കേട്ട് ഇൻസ്പെക്ടർക്ക് ദേഷ്യം വരുന്നു. അല്പസമയത്തിനുള്ളിൽ മരമല്ലി അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് അയാൾ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറയുന്നു. ശേഷം കോൺസ്റ്റബിളിനോട് പറഞ്ഞ് നായികയുടെ വീട്ടിലെ ജോലിക്കാരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ജോലിക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എടി ഝാൻസി, നീയും ഈ ജോലിക്കാരനും കൂടി ചേർന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തു, അത് വെച്ചിട്ടാണ് നീ ഈ എക്സാം എഴുതാൻ വന്നത് എന്ന് പറഞ്ഞ് ഝാൻസിയുടെ മേൽ ഒരു കള്ളക്കേസ് ചുമത്തി അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ഇത് കാരണം നന്നായി പഠിച്ച ഝാൻസിയുടെ ജീവിതം തന്നെ മാറി മറയുന്നു. ആ നാളുകളിൽ ഝാൻസിയുടെ അമ്മ ഇടയ്ക്കിടെ ജയിലിൽ വന്ന് അവളെ കണ്ടിട്ട് പോവായിരുന്നു. ഒരു ദിവസം വെയിലത്ത് തല ചുറ്റി വീണ് അവർ മരിക്കുന്നു. അമ്മയുടെ കൺമുന്നിൽ ഒരു പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ച താൻ ഇപ്പോൾ ഒരു തടവുകാരി ആയല്ലോ എന്നോർത്ത് ഝാൻസി തകർന്നു പോകുന്നു. അവൾ ലോക്കപ്പിലിരുന്ന് കരയുമ്പോഴാണ് അവിടെയുള്ള ഒരു ജയിലർ ഝാൻസിയുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നത്. ആ ജയിലറാണ് ഈ അബ്ബാസ്. അപ്പോൾ ഝാൻസിയുടെ കൂടെ നിൽക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഞാനും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു, SP ആകാനാണ് എക്സാം എഴുതിയത്. ഇതുപോലൊരു തട്ടിപ്പിൽ കുടുങ്ങിയാണ് ഇപ്പോൾ ഞാൻ ജയിലറായി മാറിയത്. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണം, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് അവർ പ്രതിജ്ഞ എടുക്കുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു ടീമായി ചേർന്ന് മരമല്ലിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവളുടെ സ്ഥാനത്ത് നായിക വന്ന് ഇതെല്ലാം ചെയ്യുന്നതും ഗ്രൂപ്പ് 1 എക്സാമിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് താൻ ഇവിടെ വന്നതെന്നും ആ തട്ടിപ്പിന് പിന്നിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ താൻ ഈ സ്ഥലം വിട്ടു പോകാമെന്നും ഈ കഥകളെല്ലാം ആ കോൺസ്റ്റബിളിനോട് പറയുന്നു. എല്ലാം കേട്ട കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി മുതൽ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് TV-യിൽ ഒരു വാർത്ത വരുന്നത്. അവരുടെ നാട്ടിലെ മറ്റൊരു കോച്ചിങ് സെന്ററായ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ തൂങ്ങി മരിച്ചു എന്ന വാർത്തയായിരുന്നു അത്. അയാളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അയാൾക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൈവറ്റ് നമ്പറിൽ നിന്നും നീ എന്നെ ചതിച്ചു, അതുകൊണ്ട് നീ മരിക്കണം എന്നായിരുന്നു മെസ്സേജ്. അത് കേട്ടിട്ടാണ് ആ ചെയർമാൻ ജീവനൊടുക്കിയത്. ഇത് കേൾക്കുന്ന നായികയ്ക്ക് ഇതിനെല്ലാം പിന്നിൽ ഒരു പ്രധാനിയുണ്ട്, അവനെ നമ്മൾ പിടികൂടണം എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കുമരേഷിന്റെ കഥയാണ് കാണിക്കുന്നത്. കുമരേഷൻ നന്നായി വളർന്നു. ഇനി മുതൽ എനിക്ക് ശമ്പളം വേണ്ട, എനിക്കിതിലൊരു വിഹിതം തരണം എന്ന് താൻ ജോലി ചെയ്യുന്ന മുതലാളിയോട് തന്നെ ചോദിക്കുന്നു. ഇനി നിന്നെ ഞാൻ ജോലിക്ക് നിർത്തുന്നില്ല, ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ കുമരേഷിനെ മുതലാളി ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് കുമരേഷൻ സ്വന്തമായി വളർന്ന് ഈ ജോലിയൊക്കെ ഏറ്റെടുക്കുന്നത്. കഥ പ്രസന്റിലേക്ക് വരാണ്. വീണ്ടും മരമല്ലിയെ അതേ റൂമിൽ അടച്ചിട്ട് ആ ജോലിക്കാരനെ രക്ഷിച്ച് ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നു. ജോലിക്കാരൻ രക്ഷപ്പെടുന്നുണ്ട്. കോൺസ്റ്റബിളിനെയും നായിക വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ ജേർണലിസ്റ്റിനെ അടച്ചിട്ടിരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ജേർണലിസ്റ്റിനോടും കോൺസ്റ്റബിൾ നായികയുടെ യഥാർത്ഥ കഥ പറയുന്നു. ഇതോടെ ജേർണലിസ്റ്റും നായികയുടെ ഭാഗത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒരു ടീമായി മാറുന്നു. മറുവശത്ത് ജയിലർ അബ്ബാസ് ആ മരിച്ച ചെയർമാന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് അയാൾ ആരൊക്കെയുമായി സംസാരിച്ചു എന്നതിന്റെ വിവരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നായിക റോഡിലൂടെ പോകുമ്പോൾ അവിടെ തന്റെ ഡ്രൈവറുടെ മകളെ കാണുന്നു. അവളെ കാണുമ്പോൾ നായികയ്ക്ക് തന്നെ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. അവളെ കാറിൽ കയറ്റിയിട്ട് അന്ന് ദേഷ്യപ്പെട്ടതിന് സോറി പറയുന്നു. നീ 2 ദിവസത്തിനുള്ളിൽ ഗ്രൂപ്പ് 1 എക്സാം എഴുതാൻ പോവാണല്ലോ, നന്നായി ശ്രദ്ധിച്ചെഴുതണം, അവസാനത്തെ 20 മിനിറ്റ് റിവിഷൻ ചെയ്യാൻ വെക്കണം, എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ എന്ന് ഉപദേശിക്കുന്നു. ഇവിടെ ജയിലർ അബ്ബാസ് ആ ചെയർമാന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് ഒരാഴ്ച മുമ്പ് അയാൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിരുന്നുവെന്നും 24-ാം തീയതിയാണ് ആ ഡേറ്റ് എന്നും കണ്ടുപിടിക്കുന്നു. നായികയും ടീമും ചേർന്ന് ഒരു സ്പൈ ക്യാമറ റെഡിയാക്കുന്നു. ജയിലർക്ക് ഒരു ചായക്കടക്കാരനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അവൻ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് മാതാപിതാക്കൾ വന്ന് പണം കൊടുത്തിട്ട് ഗ്രൂപ്പ് 1 എക്സാം എഴുതുന്ന തങ്ങളുടെ കുട്ടികളെ ഈ ചായക്കടക്കാരന്റെ കൂടെ പറഞ്ഞയക്കും. അവൻ ഈ കുട്ടികളെ ഒരു ഏജന്റിന്റെ അടുത്ത് കൊണ്ടുപോയി വിടും. അവരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കി എന്തൊക്കെ വരും എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ചായക്കടക്കാരനെ കണ്ടുപിടിച്ച് ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യാണ്. സാർ, ഈ പണി ചെയ്താൽ എനിക്ക് കാശ് തരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. എനിക്കും ആ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. അവരാരാണെന്നോ ഈ ലിങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ എനിക്കറിയില്ല എന്നാള് പറയുന്നു. ശരി, ഞാൻ പറയുന്ന 2 പേരെ ആ ലിങ്കിലേക്ക് നിനക്ക് അയക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ചായക്കടക്കാരൻ സമ്മതിക്കുന്നു. നായിക ഈ പ്ലാൻ ഡ്രൈവറോട് പറഞ്ഞ് ഡ്രൈവറുടെ മകളെ ആ ലിങ്കിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. നീ പോകുമ്പോൾ ഫോൺ ഓണാക്കി വെക്കണം, ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം, ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്ത് വന്ന് അവരെ പിടിച്ചോളാം എന്ന് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കാർ വന്ന് ഡ്രൈവറുടെ മകളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആ കാറിനെ നായികയും ഫോളോ ചെയ്ത് പോകുന്നു. എന്നാൽ കാറിനുള്ളിൽ കയറിയാൽ ഒരു റൂൾ ഉണ്ട്, അവിടെയുള്ള എല്ലാവരുടെയും മൊബൈൽ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഡ്രൈവറുടെ മകൾ പോകുന്ന ലൊക്കേഷൻ കാണിക്കുന്നില്ല. നായികയ്ക്ക് ആ കാറിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ നഷ്ടപ്പെടുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാതെ നിൽക്കുകയാണ്. ആ ചായക്കടയിൽ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ജയിലർ അബ്ബാസ് അവിടെ ഒരുവൻ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഈ ചായക്കടക്കാരന് കാശും പിള്ളേരുടെ രജിസ്റ്റർ നമ്പറുകളും കൊടുത്തിട്ട് പോകുന്നതാണ് അത്. അബ്ബാസ് അവനെ ഫോളോ ചെയ്യുന്നു. അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കി അവന്റെ പിന്നാലെ തന്നെ പോകുന്നു. അവനൊരു വലിയ വീടിനുള്ളിലേക്കാണ് കയറുന്നത്. കറുത്ത ഷർട്ടിട്ട ആളാണ് അവൻ. തന്നെ ഫോളോ ചെയ്ത ഒരു കാറ് വരുന്നത് അവൻ കണ്ടിരുന്നു. അത് അബ്ബാസിന്റെ കാറായിരുന്നു. അവൻ CCTV-യിൽ വന്ന് ചെക്ക് ചെയ്യാണ്. എന്നെയാണോ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ തന്റെ ബോസിനോട് തന്നെ ആരോ ഫോളോ ചെയ്യുന്ന കാര്യം പറയുന്നു. നായിക വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഡ്രൈവറുടെ മകളും വീട്ടിലെത്തുന്നു. അവിടെ എന്താണ് നടന്നതെന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് പറഞ്ഞു കൊടുത്തതെന്നും നായിക ചോദിക്കുന്നു. ആ ഗ്രൂപ്പ് വേറെയാണ്, ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്.
പക്ഷെ നടന്നില്ല. അപ്പോഴാണ് ടീ എസ്റ്റേറ്റ് നടത്തുന്ന കുമരേശൻ എന്നൊരാൾ അവിടേക്ക് വന്നത്. താങ്കൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളും ചെയ്യാൻ നോക്കുന്നോ എന്ന് ചോദിച്ച് അവിടെയുള്ള എല്ലാവരെയും അടിച്ചു വീഴ്ത്തിയിട്ട് ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന സത്യം അവൾ പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് അപ്പോൾ ഈ കുമരേശനാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു സംശയം വരുന്നത്. അതേസമയം നായികയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. തന്റെ ഗുരുവായ ജയിലർ അബ്ബാസിനെ ആരോ കൊന്നു എന്ന വാർത്തയായിരുന്നു അത്. നായിക അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കുമരേശന്റെ കഥയാണ് കാണിക്കുന്നത്. കുമരേശൻ തന്റെ മുതലാളിയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് പഠിപ്പിച്ചും കൊടുത്തു. തന്റെ പഴയ മുതലാളിയെ തന്നെ ഒരു ഘട്ടത്തിൽ അവൻ കൊല്ലുന്നു. അങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കുമരേശൻ കടന്നു വരുന്നത്. കുമരേശൻ ഓൾറെഡി നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ആ അറിവ് ഉപയോഗിച്ചിട്ടാണ് ടീ എസ്റ്റേറ്റ് പോലൊരു വലിയ കോച്ചിങ് സെന്റർ അയാൾ തുടങ്ങിയത്. കഥ പ്രസന്റിലേക്ക് വരാണ്. നായിക ജയിലറുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയാണ്. അതേസമയം ഈ കുമരേശനാണെങ്കിൽ അവൻ തന്റെ ചേച്ചിയുമായി ഫോണിൽ സംസാരിക്കുകയാണ്. അവന് ചേച്ചിയാണ് ലോകം. ആ ചേച്ചിയുടെ ഭർത്താവ് ആരാണെന്ന് കാണിക്കുകയാണ്. ആ ഭർത്താവ് മറ്റാരുമല്ല, കുറച്ചു മുമ്പ് ജയിലർ അബ്ബാസ് ഫോളോ ചെയ്ത ആ കറുത്ത ഷർട്ടിട്ട ആളില്ലേ, അത് കുമരേശന്റെ അളിയനാണ്. അയാളാണ് ആ ഗ്രൂപ്പ് 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത്. അയാളെ വെച്ചിട്ടാണ് കുമരേശൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളും മുൻകൂട്ടി മനസ്സിലാക്കി തന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെയൊക്കെ പാസ്സാക്കുന്നത്. എന്നാൽ ഇത്തവണ ആ തട്ടിപ്പ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. കുമരേശന്റെ അളിയൻ ജയിലർ അബ്ബാസിന്റെ ഫോണും അയാളുടെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിച്ചപ്പോൾ അയാളുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന ജാൻസി എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ മരമല്ലി എന്ന വേഷത്തിൽ DSP ആയി വന്നിരിക്കുന്ന എന്ന സത്യം കണ്ടുപിടിച്ച് കുമരേശനോട് പറയുന്നു. ഓ, എന്നെ പിടിക്കാനായിട്ട് വേഷം മാറി വന്നിരിക്കുകയാണോ, അവളെ ഞാൻ ശരിയാക്കാം എന്ന് കുമരേശൻ ദേഷ്യപ്പെടുന്നു. അപ്പോൾ കുമരേശൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതായത് മരമല്ലിയും ജാൻസിയും രണ്ടുപേരും നമുക്ക് വേണ്ടാത്തവരാണ്. ഇപ്പോൾ ജാൻസി തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മരമല്ലിയെ ആദ്യം കൊന്നുകളയുക, അതിനുശേഷം ജാൻസിയെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അവളെ എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നു. കറുപ്പർ കോവിലിലെ ഉത്സവമാണെന്ന് പറഞ്ഞ് കുമരേശൻ ചേച്ചിയോടൊപ്പം വന്നിട്ടുണ്ട്. കുമരേശൻ വിവരങ്ങൾ അറിഞ്ഞ കാര്യം ജാൻസിക്കും മനസ്സിലാവുന്നു. അവൻ നമ്മളെയാണ് ടാർഗറ്റ് ചെയ്ത് വരുന്നതെന്ന് മനസ്സിലാക്കി നേരെ മരമല്ലിയുടെ അടുത്ത് വന്ന് താക്കോൽ കൊടുത്തിട്ട് കുമരേശന് സത്യങ്ങളൊക്കെ മനസ്സിലായി. അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉടനെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഞാനും രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവൻ നമ്മളെ രണ്ടുപേരെയും കൊല്ലും എന്ന് പറഞ്ഞ് അവളെ തുറന്നു വിടുന്നു. എന്നാൽ മരമല്ലി അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. തന്നെ തട്ടിക്കൊണ്ടുവന്ന ജാൻസിയെ അവരുടെ തോക്ക് വെച്ച് തന്നെ മരമല്ലി വെടിവെക്കുന്നു. ജാൻസിയുടെ കയ്യിൽ പരിക്കേൽക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കുമരേശന്റെ അളിയനും അവന്റെ ഗുണ്ടകളും ആ വീട്ടിലേക്ക് വരുന്നു. മുൻപ് മരമല്ലി അവർക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ മരമല്ലിയെ തന്നെ കൊല്ലാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോഴാണ് മരമല്ലി നമ്മുടെ നായിക ജാൻസിക്കൊപ്പം ചേർന്ന് അവരുമായി ഫൈറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും അടിച്ചു വീഴ്ത്തിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഡ്രൈവറാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഡ്രൈവർ ഇവർ രണ്ടുപേരെയും ഒരു മാതിരി നോക്കുന്നുണ്ട്. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ഈ മരമല്ലി മാഡം എങ്ങനെയാണ് പാസ്സായി DSP ആയതെന്നും എനിക്കറിയാം. എൻ്റെ മകളെയും ഇതേപോലൊരു എക്സാമിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ ഇവർ പണം കൊടുത്ത് വളരെ എളുപ്പത്തിൽ പാസ്സായി. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ജാൻസി മാഡം നിങ്ങളാണ് DSP, നിങ്ങൾക്ക് മാത്രമേ ഞാൻ സെല്യൂട്ട് അടിക്കൂ എന്ന് പറയുന്നു. അപ്പോഴാണ് മരമല്ലിക്ക് താൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത്. മരമല്ലിയെ കൊണ്ടുപോയി അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് നായിക വിടുന്നു. അപ്പോഴാണ് അമ്മയ്ക്കും മരമല്ലിയുടെ പേരിലാണ് ഇത്രയും നാൾ ഈ ജാൻസി കഴിഞ്ഞിരുന്നത് എന്ന സത്യം മനസ്സിലാവുന്നത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് സേഫ് എന്ന് പറഞ്ഞ നായിക തന്റെ അനിയന്മാരെയും കൂട്ടി കാട്ടിലേക്ക് പോകുന്നു. മരമല്ലി അവിടുത്തെ SP യെ വിളിച്ചിട്ട്, സാർ, ഞാനാണ് ഒറിജിനൽ മരമല്ലി, ഞാൻ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ വന്ന് സേഫായി കൊണ്ടുപോകണം എന്ന് പറയുന്നു. നായിക ഒരു ഡോക്ടറെ കണ്ട് കയ്യിലെ മുറിവിന് മരുന്ന് വെച്ചിട്ട് കാടിനുള്ളിൽ പോയി വിളിക്കുന്നു. അപ്പോഴാണ് ഈ ഗ്രൂപ്പ് 1 എക്സാമിൽ ഇവർ കുട്ടികളെ എങ്ങനെയാണ് പാസ്സാക്കാൻ പോകുന്നത് എന്ന വിവരം കിട്ടുന്നത്. ആനകളെ വെച്ചാണ് ഇവരുടെ പ്ലാൻ എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇവർ സ്പൈ ക്യാമറ കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു ചെക്ക് പോസ്റ്റിൽ വെക്കുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ആൻസർ ഷീറ്റുകളൊക്കെ എടുത്ത് ഒരു വണ്ടിയിൽ പോകുമ്പോൾ ഇവർ വളർത്തുന്ന ആ ആനയെ തന്നെ വണ്ടിയുടെ പുറകെ കൊണ്ടുവന്ന് നിർത്തും. ആ സമയം നോക്കി ആൻസർ ഷീറ്റുകളുടെ കൂട്ടത്തിൽ നിന്നും പണം കൊടുത്ത കുട്ടികളുടെ ഷീറ്റുകൾ മാത്രം തനിയെ എടുത്ത് അതൊക്കെ ശരിയായ ഉത്തരങ്ങൾ വെച്ച് ഫില്ലാക്കി 1 മണിക്കൂറിനുള്ളിൽ തിരികെ വെക്കും. ഇങ്ങനെയാണ് ആ സ്കാം നടക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിച്ച് അവരതിനായി കാത്തിരിക്കുന്നു. എല്ലാവരും പോയി ആ ഗ്രൂപ്പ് 1 എക്സാം എഴുതുന്നു. ഡ്രൈവറുടെ മകളും എഴുതുന്നുണ്ട്. കോൺസ്റ്റബിൾ അവിടെ നിന്ന് നായികയ്ക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു പോലീസുകാർ വന്ന് കോൺസ്റ്റബിളിനെ പിടികൂടുന്നു. അങ്ങനെ നായിക ജാൻസിയുടെ ഫോൺ നമ്പർ എടുത്ത് നായിക എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. നായിക ഇങ്ങനെ ട്രാപ്പ് വെച്ചിട്ടുണ്ടാവും എന്ന കാര്യം കോൺസ്റ്റബിൾ പിടിക്കപ്പെട്ടതുകൊണ്ട് കുമരേശന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവൻ പ്ലാൻ ചെയ്തതുപോലെ ആനയെ കുറുകെ നിർത്തുന്നില്ല. നായികയുടെ ട്രാപ്പ് അവിടെ പൊളിയാണ്. ആ ആൻസർ ഷീറ്റുകളെല്ലാം ഒരു ബോട്ടിലേക്ക് കുമരേശൻ വരുത്തുന്നു. ഓൾറെഡി കുമരേശൻ SP-യുടെ സഹായത്തോടെ ആ SP-യുടെ കാറിൽ ഇരുന്നുകൊണ്ട് ഗ്രൂപ്പ് 1 എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഉത്തരങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ, ഇതെല്ലാം കൊണ്ടുപോയി പണം തന്ന കുട്ടികളുടെ ആൻസർ ഷീറ്റിൽ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നു. ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആൻസർ ഷീറ്റുകളിൽ എല്ലാ ഉത്തരങ്ങളും ശരിയായി ഫില്ല് ചെയ്യുന്നു. എക്സാം കഴിഞ്ഞ് ഡ്രൈവറും മകളും വീട്ടിലേക്ക് തിരിക്കുമ്പോൾ നായികയെ വിളിച്ചിട്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആ കുറ്റവാളിയെ പിടിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നായിക പ്ലാൻ B വെച്ചിട്ടുള്ള കാര്യം പറയുന്നത്.
ഞാൻ മരമല്ലിയോട് ഒരു ഹെൽപ്പ് ചോദിച്ചിരുന്നു. SP-യുടെ കാറിൽ ഒരു സ്പൈ ക്യാമറ വെക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആദ്യത്തെ ട്രാപ്പിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാൽ രണ്ടാമത്തെ ട്രാപ്പിലേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. SP-യുടെ കാറിലിരുന്ന ക്യാമറയിലൂടെ ആ കാറിലിരുന്നു കൊണ്ടാണ് കുമരേശൻ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്തത് എന്ന എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ലഭിച്ചു. അവന്റെ വിവരങ്ങളെല്ലാം കിട്ടി. കൂട്ടുനിന്ന SP-യുടെ വിവരങ്ങളും കിട്ടി. കുമരേശൻ SP-യോട് അവൻ ആരൊക്കെയാണ് ഉള്ളിൽ നിന്ന് ഹെൽപ്പ് ചെയ്തതെന്ന വിവരം പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് കിട്ടി. ഈ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ്. ഇത് ഞങ്ങൾ പുറത്തുവിടും. അങ്ങനെ നിങ്ങളുടെ മകളെ പോലെ നന്നായി എക്സാം എഴുതുന്നവർ മാത്രമേ ഇനി മുതൽ പാസ്സാവുള്ളൂ എന്ന് നായിക പറയുന്നു. മരമല്ലിയെ വിളിച്ച് എല്ലാത്തിനും നന്ദി പറയുന്നു. ഈ വീഡിയോയും എടുത്ത് നായിക അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇൻസ്പെക്ടറും SIയും ഇവരെ തേടി വരുന്നു. ഇൻസ്പെക്ടർ കുമരേശന്റെ ആളായതുകൊണ്ട് ആ വീഡിയോ തരാൻ നായികയോട് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അവിടെയുള്ള SI നായികയെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ തന്നെ നീ ആരാണെന്നറിയാം. കാരണം നിന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണല്ലോ. നിന്നെ പോലെ നന്നായി പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇൻസ്പെക്ടറെ ഞാൻ നോക്കിക്കോളാം. നീ ഈ വീഡിയോയും എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞ് നായികയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. നായിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ വഴിയിൽ കുമരേശൻ വരുന്നു. കുമരേശനും നായികയും തമ്മിൽ ഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു. ഫൈറ്റിനൊടുവിൽ കുമരേശനോട് നായിക ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന് കുമരേശന് ഉത്തരവില്ല. കുമരേശനെ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തിയിട്ട് നായിക അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ വീഡിയോ പുറത്തുവിടുന്നു. അതനുസരിച്ച് കുമരേശൻ പിടിക്കപ്പെടുന്നു. ഗ്രൂപ്പ് 1 എക്സാമിൽ തട്ടിപ്പ് നടത്തിയ എല്ലാവരും പിടിക്കപ്പെടുന്നു. ന്യായമായ എക്സാം എഴുതിയവർ മാത്രം അവിടെ പാസ്സാവുന്നത് കാണിക്കുന്നു. അതുപോലെ നായികയെ കള്ളക്കേസ് ചുമത്തി 8 വർഷം ജയിലിലിട്ടതിനുള്ള വിധിയും വരുന്നു. 8 വർഷം മുമ്പ് നായിക എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വെച്ച് ഇപ്പോൾ അവർക്ക് നല്ലൊരു പോലീസ് ജോലി നൽകുന്നു. നായികയുടെ അമ്മ അഭിമാനിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഫേക്കായി എക്സാം എഴുതി DSP ആയ മരമല്ലി തന്റെ ജോലി രാജിവെക്കുന്നു. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചിട്ട് പോവുകയാണ്. കുമരേശൻ അവസാനം പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ അമ്മ ഏത് പുഴയിൽ ഇറങ്ങി മീൻ പിടിച്ചപ്പോഴാണോ മരിച്ചത് അതേ പുഴയിൽ ഇറങ്ങി അമ്മയെ പോലെ തന്നെ തന്റെ ജീവിതവും അവൻ അവസാനിപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് ആ പ്രൈവറ്റ് നമ്പറിൽ നിന്നും നായികയ്ക്ക് ഒരു കോൾ വരുന്നത്. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഇതൊരു കടൽ പോലെയാണ്. ഞാൻ ആ കടലിലെ തിമിംഗലമാണ്. എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഇതിന് പിന്നിൽ കുമരേശൻ മാത്രമല്ല അവനും മീതെ ഒരു തലവനുണ്ടെന്ന് മനസ്സിലാക്കി ആ രണ്ടാമത്തെ കേസ് നായിക ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്ത് അന്വേഷിക്കാൻ തുടങ്ങുന്നതായി കാണിക്കുന്നത്. ഇതോടെ സിനിമ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്ത് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.